ചിക്കൻ ഫ്രാങ്കിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. കാരണം നമ്മളിത് ഓയിലിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ല. മാത്രമല്ല കുറേ വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട്. എന്നാൽ ഇത് നല്ല ടേസ്റ്റുമാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ആട്ടയും കൂടി ചേർക്കാം. മുഴുവനായിട്ട് വേണമെങ്കിൽ ആട്ട ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം ബട്ടറോ ഓയിലോ മറ്റോ യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിവിടെ നല്ല സോഫ്റ്റായി കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് മസാല റെഡിയാക്കിയെടുക്കാം. അത്ര വരെ ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം മുഴുവൻ വെള്ളവും കളഞ്ഞ് ഇതുപോലെ എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർക്കാം. ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടി വരണം. സവാള ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റുക. സോഫ്റ്റായതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ട് പൊടിയുടെ പച്ചമണം മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തിട്ടും 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി ചിക്കൻ്റെ പിങ്ക് കളറൊന്ന് മാറി വരണം. ഒരു വൈറ്റ് കളറായിട്ട് വരണം. ആ സമയത്ത് ഇതിലേക്ക് ഒരു capsicum ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെച്ച് 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കനും capsicum ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചാറ്റ് മസാലയാണ്. ഇതിപ്പോൾ നാട്ടിലാണെങ്കിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ വരെ ചാറ്റ് മസാല ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഞാനിതിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാള ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ തക്കാളി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ചേർക്കുക. നമ്മൾ നേരത്തെ പകുതി ചേർത്തതാണ്. വീണ്ടും പകുതി കൂടി ചേർക്കുക. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് വേവിക്കൊന്നും വേണ്ട. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം.
ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പുരട്ടാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെക്കുക. 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. മുട്ടയുടെ എണ്ണ നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ലോണം മുട്ട ചപ്പാത്തിയുടെ മുകളിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരു ചപ്പാത്തിയുടെ മുകളിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുട്ടയൊക്കെ പുരട്ടാറുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നും ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തുക. അതിനേക്കാൾ ഒരല്പം നേരിയതായിട്ട് പരത്തിയാൽ മതി. ചപ്പാത്തിയേക്കാളും ഒരല്പം നേരിയതായിട്ട് പരത്തിയെടുക്കുക. ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമ്മൾ പരത്തിയ ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഭാഗം റെഡിയാകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ചപ്പാത്തി ഒന്ന് തിരിച്ചിടാം. എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് വേവിക്കുക. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി കുറേ സമയം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം, നിർബന്ധമൊന്നുമില്ല. മുട്ട വെന്ത് കഴിയുമ്പോൾ ഈ ചപ്പാത്തി നമുക്ക് പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും ചുട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡും ഉള്ളിലേക്ക് പിടിച്ച് നന്നായിട്ട് റോൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു ചിക്കൻ ഫ്രാങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിക്കൻ ഫ്രാങ്കി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്